എൻ.ഡി.എയും 2020യുമായുള്ള അസോസിയേഷൻ വളരെയധികം ആകാംക്ഷയോടെ ഈ തിരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നറിയാൻ കാത്തിരിക്കുക തന്നെയാണ് കേരളം. എൻ.ഡി.എ എന്ന് പറയുമ്പോൾ രാജ്യം ഭരിക്കുന്ന പാർട്ടി, അതിനൊപ്പം 2020 അത് കേരളത്തിൽ വ്യവസായത്തിൽ വിജയിച്ച, കേരളത്തിൽ മാത്രമല്ല ലോകത്താകമാനം വിജയിച്ച ഒരു വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള 2020, ഇവർ രണ്ടും കൂടി ചേരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നറിയാൻ ആശങ്കയും ആകാംക്ഷയും ഒക്കെയായി തന്നെയാണ് കേരള സമൂഹം കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കിറ്റെക്സ് MD സാബു ജേക്കബിൻ്റെ ഒരു അഭിമുഖം വായിക്കാനിടയായി. അതൊരു പ്രമുഖ പത്രത്തിൽ, ഒരു പ്രമുഖ മാധ്യമത്തിൽ അവരുടെ സ്റ്റോറി ആയിട്ട് വന്ന ഒരു ഭാഗമായിരുന്നു ഈ അഭിമുഖം. ആ അഭിമുഖത്തിലെ പ്രധാന ഭാഗങ്ങൾ വായിച്ചപ്പോൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പ്രാദേശിക സാഹചര്യത്തിൽ രൂപം കൊണ്ട ഒരു പാർട്ടി തന്നെയാണ് 2020. എൻ.ഡി.എയുടെ സഖ്യകക്ഷിയായിട്ടാണ് ഇപ്പോൾ 2020 നിലകൊള്ളുന്നത്. ഒരുപാട് മാറ്റങ്ങൾ എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ടാകും. അതെന്തൊക്കെയാണ് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത്, പ്രാകൃത രാഷ്ട്രീയ സംവിധാനങ്ങളാണ് ഇതുവരെയും നിലവിലുള്ളത്. അത് മടുത്തിരിക്കുന്നു ജനത്തിന്. LDFും UDFും മാറി മാറി ഭരിച്ചതോടെ പ്രതീക്ഷകളൊക്കെ പോയി. പരസ്പരം കുറ്റപ്പെടുത്തലുകളല്ലാതെ വികസനമുണ്ടോ? ഇതാണ് കേരളത്തിലെ യാഥാർത്ഥ്യം. 2018 ഒരു ഇംഗ്ലീഷ് മാഗസീന് അദ്ദേഹം കൊടുത്ത ഒരു അഭിമുഖത്തിൽ തൻ്റെ റോൾ മോഡൽ നരേന്ദ്രമോദി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 2014 അദ്ദേഹം പ്രധാനമന്ത്രിയായി വരുന്നത്. വെറും 4 വർഷം കൊണ്ട് അദ്ദേഹം നടപ്പാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. കള്ളപ്പണം ഇല്ലാതാക്കാനുള്ള നടപടിയായിരുന്നു അതിലൊന്ന്, നോട്ട് നിരോധനം. എന്നാൽ വിമർശകർ അക്കാര്യം മറച്ചുവെക്കുന്നു. മോദിയുടെ ആ നടപടിയെ അനുകൂലിച്ച ആളാണ് സാബു എം ജേക്കബ്. ഏകീകൃത ടാക്സ് സംവിധാനത്തിന്റെ ഗുണവശം കാണാതെ കുറ്റം പറയുന്നവരുണ്ട്. അതിനു മുൻപ് ഭരിച്ച കോൺഗ്രസും മറ്റും ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ നിയമം അതേപടി ഫോളോ ചെയ്യുകയായിരുന്നു. അത് കാലഘട്ടത്തിനനുസരിച്ച് പരിഷ്കരിച്ചില്ല. ഭാരതത്തിന്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അത് മാറ്റാൻ ശ്രമിച്ചില്ല. എന്നാൽ അതിന് തയ്യാറായത് മോദി സർക്കാരാണ്. GSTയും നോട്ട് നിരോധനവും മാത്രമല്ല, PF ആക്ട്, ESI ആക്ട്, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ആക്ട്, ലേബർ ആക്ട്, ക്രിമിനൽ നിയമങ്ങൾ ഇതെല്ലാം മാറ്റി എഴുതിയത് മോദി സർക്കാരിൻ്റെ ഭരണകാലത്തിൽ തന്നെയാണ്. ഭാരതത്തിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നിയമങ്ങളിൽ മാറ്റമുണ്ടാക്കി. അത് വിപ്ലവകരമായ ഒരു മാറ്റമാണ് ഉണ്ടായത്. മികച്ച ഉദാഹരണമായി അദ്ദേഹം അമേരിക്കയുമായുള്ള വ്യാപാര കരാർ ചൂണ്ടിക്കാണിക്കുന്നു. അമേരിക്കയുടെ താരിഫ് ഭീഷണിക്ക് മുന്നിൽ കീഴടങ്ങരുത് എന്ന പക്ഷക്കാരനായിരുന്നു താൻ. സത്യത്തിൽ തന്നെ ഏറെ ബാധിച്ചതാണ് ആ താരിഫ് വർധന എന്നതും അദ്ദേഹം മറക്കുന്നില്ല. അമേരിക്കയിലേക്ക് കയറ്റുമതി നടത്തുന്ന ബിസിനസ്സുകളുള്ള ഒരു വ്യക്തിയാണ് സാബു എം ജേക്കബ്. ആ ബിസിനസ് വല്ലാതെ തകർന്നു. എന്നിട്ടും അദ്ദേഹം പറഞ്ഞത് രാജ്യം ട്രംപിന്റെ തമ്മാടിത്തത്തിന് മുന്നിൽ തല കുനിക്കരുത് എന്നാണ്. അതിൽ ഭാരതത്തിന് വിജയിക്കാൻ സാധിച്ചു. അമേരിക്കയ്ക്ക് വഴങ്ങേണ്ടി വന്നു. കൂട്ടിയ താരിഫ് അതേപടി പിൻവലിച്ച് ഏറ്റവും കുറഞ്ഞ താരിഫ് ഭാരതത്തിന് നൽകേണ്ടി വന്നു. വ്യക്തിപരമായും രാജ്യത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് പ്രസ്താവനകൾ അമേരിക്കൻ പ്രസിഡന്റ് നടത്തി. അവിടെയെല്ലാം നരേന്ദ്രമോദി ചെയ്തത് വളരെയധികം സംയമനം പാലിക്കുക എന്നതാണ്. ഇങ്ങോട്ട് വിളിച്ച് കീഴടങ്ങേണ്ട സാഹചര്യം ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനുണ്ടായി. അവിടെയാണ് മോദിയുടെ വിജയം. അതിലാണ് നമ്മുടെ പ്രതീക്ഷയും നാടിന്റെ സാധ്യതകളും എന്ന് സാബു എം ജേക്കബ് പറയുന്നു. ഒപ്പം അദ്ദേഹം പറയുകയാണ്, ശ്രീകൃഷ്ണനെയും യേശുക്രിസ്തുവിനെയും മുഹമ്മദ് നബിയെയും പോലെ 1000 വർഷമൊക്കെ കൂടുമ്പോൾ ജന്മമെടുക്കുന്ന അപൂർവമായ പ്രതിഭാസമാണ് നരേന്ദ്രമോദി. കേരളത്തിൽ NDA ഭരണം വരേണ്ടതിന്റെ ആവശ്യകത വേണം എന്ന് തന്നെയാണ്, ആവശ്യകത ധാരാളമുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. രാജ്യത്തിനൊപ്പം കേരളം വളരണ്ടേ? അങ്ങനെ കേരളം വളരണമെങ്കിൽ NDA സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരണം. വികസനം വരുമ്പോൾ സ്വാഭാവികമായും അവിടെ മാറ്റങ്ങൾ സംഭവിക്കും. അതല്ല എങ്കിൽ അവിടെ സംഭവിക്കുക വലിയ വിപത്താകും. 8 വരി പാതയിലേക്ക് കേന്ദ്ര സർക്കാർ മാറ്റി. നമ്മൾ അതേക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ട് കൂടിയില്ല. ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപങ്ങളും വികസന പ്രവർത്തനങ്ങളും നടക്കുന്നത് നമ്മുടെ കൺമുന്നിലാണ്. നിരവധി കേന്ദ്ര പദ്ധതികൾ വരുന്നു. രാജ്യം വളരെ വേഗത്തിലാണ് പുരോഗതി കൈവരിക്കുന്നത്. എന്നാൽ കേരളത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ വളർച്ച മുരടിച്ച് പോകുന്നു, അസ്തിത്വം നഷ്ടമാകുന്നു. തമിഴ്നാട്, കർണാടകം, ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങൾ എത്രമാത്രം പുരോഗമിച്ചു എന്ന് കണ്ണു തുറന്ന് കാണണം. തമിഴ്നാട്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലെത്തി പണിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് അത്തരക്കാരുടെ എണ്ണം നോക്കിയാൽ അത് കുറഞ്ഞിരിക്കുകയാണ്. അതേസമയം 3-3.5 ലക്ഷം മലയാളികൾ തമിഴ്നാട്ടിൽ പണിയെടുക്കുന്നുണ്ട്. തെലങ്കാനയിൽ 6 ലക്ഷത്തോളം മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. നാം എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കണം എന്ന് തന്നെയാണ് വളരെയധികം സക്സസ്ഫുള്ളായി ബിസിനസ്മാൻ പറയുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ സംസ്ഥാന ഭരണത്തെയും അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഇത്രയും നിരാശാജനകമായ ഒരു ഭരണം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കേരളം കണ്ട ഏറ്റവും മോശം ഭരണാധികാരിയാണ് പിണറായി വിജയൻ. 2016 അധികാരത്തിലേറി 1 വർഷം പിന്നിട്ടപ്പോൾ തന്നെ എല്ലാം തകിടം മറിഞ്ഞു. നിയന്ത്രിക്കാൻ ആരും ഇല്ലാത്ത അവസ്ഥ. സർവത്ര അഴിമതി. എല്ലാറ്റിനും നേതൃത്വം നൽകുന്നത് പിണറായി. സ്വന്തമായി നടത്തിയ ഒരു വികസന പ്രവർത്തനവും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ചൂണ്ടിക്കാണിക്കാൻ ആവില്ല എന്ന് തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് സാബു എം ജേക്കബ്.
കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ അവകാശവാദം ഉന്നയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ദേശീയപാത വികസനത്തിന് 3 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ മുടക്കിയത്. സംസ്ഥാന വിഹിതം 5000 കോടി മാത്രമാണ്. അത് തന്നെ നൽകിയിട്ടുമില്ല. എന്നിട്ടും തങ്ങളാണെല്ലാം ചെയ്തത് എന്ന അവകാശവാദം ഉന്നയിക്കുന്നു. അങ്കമാലി കുണ്ടന്നൂർ 6-വരി പാതയ്ക്ക് കേന്ദ്രം 6500 കോടി രൂപ അനുവദിച്ചിരുന്നു. സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടി പൂർത്തിയാക്കണം എന്നാണ് കേന്ദ്രം ആവശ്യപ്പെട്ടത്. എന്നാൽ സ്ഥലം ഏറ്റെടുക്കാനുള്ള പണവും കേന്ദ്രം നൽകാമെന്ന് പറഞ്ഞു. സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തില്ല. കഴിഞ്ഞ ഓഗസ്റ്റിൽ അനുവദിച്ച തുക ലാപ്സായി. കുറ്റിയടിച്ച സ്ഥലങ്ങളിൽ ഒന്നും ചെയ്യാൻ സാധിക്കാതെ ജനം ദുരിതത്തിലുമായി. 2016 അധികാരം ഏൽക്കുന്നതിന് മുൻപ് പറഞ്ഞത് വിലക്കയറ്റം പിടിച്ചു നിർത്തും എന്നാണ്. എന്നാൽ 4 ഇരട്ടി വിലയാണ് ഓരോ സാധനങ്ങൾക്കും ഇന്ന്. ജനജീവിതം ദുസ്സഹം. ഒരു നേരം വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കേരളത്തെ കൊണ്ടെത്തിച്ചു. എന്നിട്ടും പറയും ലോകത്ത് നമ്പർ 1 ആണ് കേരളമെന്ന്. എന്തായാലും 2020യുമായിട്ടുള്ള ആ ഒരു അസോസിയേഷനിലൂടെ കൂടുതൽ പ്രതീക്ഷ പങ്കുവച്ചിരിക്കുകയാണ് സബു എം ജേക്കബ്. അതനുസരിച്ച് പുതിയ മാറ്റങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രാഷ്ട്രീയമോ വ്യക്തികളോ മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്. ഏത് വ്യക്തികളായാലും രാഷ്ട്രീയത്തിന് ഇവിടെ ഒരു സ്ഥാനവുമില്ല. രാഷ്ട്രീയത്തിന് 2ാം സ്ഥാനം കൊടുക്കുക. വികസനം തന്നെയാണ് പ്രധാനം. അതിൽ ആരൊക്കെയാണ് മുന്നോട്ടിറങ്ങി രാജ്യത്തിൻ്റെ ഒപ്പം സംസ്ഥാനത്തിൻ്റെ ഒക്കെ വികസനത്തിന് ചുക്കാൻ പിടിക്കുന്നത് അവരെ തന്നെ വേണം ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ജനം അത് മനസ്സിലാക്കുന്ന കാലം വിദൂരമല്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ന്യൂസ് ഡെസ്ക് കർപ്പൻസ്.